RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപുരുഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു കിടിലൻ മത്സരത്തെ കുറിച്ചാണ്. ഈ മത്സരത്തിന് വളരെയേറെ പ്രത്യേകത ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാനുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ ഏറ്റവും നിർണായകമായ മത്സരം എന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകളും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ലീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആഴ്സണലായിരുന്നു. ആഴ്സണലിൽ അവസാനമായിട്ട് കുറെ മത്സരങ്ങളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തപ്പോൾ സിറ്റി ആയിട്ടുള്ള പോയിന്റ് ഒരു 6 പോയിന്റ് വ്യത്യാസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 33 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കാര്യം ആഴ്സണൽ, ഒരു മത്സരങ്ങൾ സിറ്റിയേക്കാൾ കൂടുതൽ കളിച്ചിട്ടുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മത്സരം നിർണായകമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ മത്സരത്തിൽ ജയിക്കുന്നവർ ഒരു പിടി മുന്നിലോട്ട് പോകും. അതേപോലെ സിറ്റി ആയിക്കോട്ടെ, സിറ്റി ആണെങ്കിൽ 3 പോയിന്റ് ബാക്കിലാവും. അടുത്ത മത്സരത്തിൽ സിറ്റി ജയിക്കുകയാണെങ്കിൽ സിറ്റിയും ആഴ്സണലും ഒരേ പോയിന്റ് 70 പോയിന്റിൽ 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 70 പോയിന്റ് എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആ ടൈറ്റിൽ ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് വരികയാണ് കാര്യങ്ങൾ. ഇനി ഗോൾ ശരാശരി അതിലും പിന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗോളിന്റെ അടിസ്ഥാനത്തിലേക്കായിരിക്കും ചിലപ്പോൾ ഈ സീസണിൽ വിധി നിർണ്ണയിക്കുക. അടുത്ത മത്സരം ബേൺലി ആയിട്ടാണ്. ബേൺലിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മത്സരമുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ജയിച്ച് 3 പോയിന്റും സ്വന്തമാക്കിയിട്ട് ആഴ്സണലിന്റെ ഒപ്പം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഴ്സണലെ നിങ്ങൾ ഈ സീസണിൽ ഇത്ര നാളും കാത്തുവെച്ച് ഒരു ഡൊമിനേറ്റ് ചെയ്തിട്ട് ഇത്രയും കാലം ആ ഒരു 10 പോയിന്റ് 9 പോയിന്റ് ഒക്കെ ലീഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവസാന നിമിഷങ്ങളിൽ വെച്ചിട്ട് ഈ ചങ്ങായിമാര് കലോടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാനും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രൊഡിക്ഷൻ 2-0 ആഴ്സണൽ ജയിക്കുന്നതാണ്. എന്റെ മനസ്സിൽ തോന്നിയിട്ടൊന്നുമില്ല, പക്ഷെ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞാണ്. റൈഹാൻ പറഞ്ഞു 2-1 സിറ്റി ജയിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ 2-0 ആഴ്സണൽ ജയിക്കുന്നു, 2-1 ആഴ്സണൽ ജയിക്കുന്നു ഞാൻ പറഞ്ഞു. റൈഹാൻ പറഞ്ഞു 2-0 സിറ്റി ജയിക്കുന്നതാണ്. പക്ഷെ കളി ഒരു രക്ഷയില്ല മോനെ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ റേസിനുള്ള ആ ഒരു പോരാട്ടം തന്നെയാണ്. ഇത്തിഹാദിലാണെന്നുള്ള കളി നടക്കുന്നുള്ള കാര്യമൊക്കെ മറന്നു. ആഴ്സണൽ നല്ലപോലെ പൊരുതി തന്നെയാണ് പരാജയപ്പെട്ടത്. ഞാൻ വിചാരിച്ചു ഏകപക്ഷം വരെ ഒരു 3-4 ആ ഒരു കരബാവോ കപ്പ് ഫൈനലിൽ നടന്ന പോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചു. പക്ഷെ സിറ്റിക്കെതിരെ ഗംഭീര പൊരുതലിലൂടെ തന്നെയാണ് അവര്, എന്താ പറഞ്ഞാല് ഭാഗ്യം കൂടി വേണം ഒരു ടീമിന്. ഈ ഫുട്ബോളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവര് സ്ക്വാഡ് ഡെപ്തും അതേപോലെ കോച്ചും അതേപോലെ ഗോൾ സ്കോർ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, കുറച്ച് ഭാഗ്യം കൂടി വേണം. അതിന്ന് ആഴ്സണലിന്റെ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. 1 അല്ല 2 അല്ല 3 തവണയൊക്കെയാണ് ക്രോസ് ബാറിൽ തട്ടിയിട്ട് തെറിക്കുന്നത്. ഡോണറൂമയായിട്ട് ഒരു ഗോള് തന്നു ആഴ്സണലിന്. പക്ഷെ ഡോണറൂമ സെക്കൻഡ് ഹാഫിൽ നടത്തിയ ആ ഒരു കിടിലൻ ഡബിൾ സേവ് ഉണ്ടല്ലോ, ഗോളെന്നുറച്ച ആ ഒരു 2 സേവുകൾ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പറഞ്ഞ ഡോണറൂമയ്ക്ക് എന്തുകൊണ്ടാണ് PSG ഒഴിവാക്കിയെന്നൊക്കെ ഞാൻ പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു 2-3 സേവുകൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. പിന്നെ ക്രോസ് ബാറിൽ എസേഡയും അതേപോലെ തന്നെ മാർട്ടിനെല്ലിയുടെ ഒക്കെ ബോൾ ക്രോസ് ബാറിൽ തട്ടി പോകുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കളി മിസ്സായവർക്ക് വമ്പൻ നഷ്ടം തന്നെ പറയാം. എന്താ പറഞ്ഞാല് ആ ഒരു 90 മിനിറ്റ് ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെ ഇരുന്ന് കണ്ടതാണ്. ഒരു സൈഡ് സിറ്റി ഗോൾ അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, അടിയും തിരിച്ചടിയുമായിട്ട് അങ്ങനെ 2-1 വിജയിച്ചിരിക്കുന്നത്. ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്തില്ലെങ്കിൽ ആ കളിയുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ 90 മിനിറ്റ് ആ ഒരു 3 പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ആഴ്സണൽ സിറ്റി മത്സരം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആഴ്സണലിനെതിരെ സിറ്റിക്ക് ഈ അടുത്ത കാലത്ത് ജയിക്കാൻ കണ്ടിട്ടില്ല. കരബാവോ കപ്പിനെ ഒഴിച്ച് നോക്കിയാൽ സിറ്റിക്ക് കുറെ മത്സരങ്ങൾ പരാജയങ്ങളും സമനിലകളൊക്കെയാണ്. പക്ഷെ സിറ്റി അവര് ഈ അവസാന മത്സരങ്ങൾ അവരുടെ നോക്കിക്കഴിഞ്ഞാൽ പെപ്പിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം സീസൺ എന്ന് പറയാവുന്ന ഒരു സീസണാണ് 2025-26 എന്ന് എല്ലാവരും വിലയിരുത്തിയിട്ടാണ് തുടക്കം മുതലൊക്കെ അങ്ങനെ പെപ്പ് ആ ലെവലിലാണ് പോയത്. പക്ഷെ കരബാവോ കപ്പിന്റെ ഫൈനലിൽ ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഈ കരബാവോ കപ്പിന്റെ ഫൈനലായിരിക്കും ചിലപ്പോ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിർണ്ണയിക്കുന്നത്. എന്താ പറഞ്ഞാൽ കരബാവോ കപ്പിന്റെ ഫൈനലിൽ ആഴ്സണൽ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു. സിറ്റി 4-0 അങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് ആഴ്സണലിനെ. അങ്ങനെ ആ ഒരു പരാജയം ആഴ്സണലിന് വല്ലാതെ തളർത്തി. അതിനുശേഷം അതിനു മുമ്പായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2-3 മത്സരങ്ങളാണ് പോയിന്റ് ഡ്രോപ്പ് ചെയ്ത്. അതുപോലെ FA കപ്പെന്ന് സദേർട്ടൺ FC ആയിട്ട് തോറ്റു പുറത്താവണ ആഴ്സണല്, അതും കൂടി ആയപ്പോൾ ഡബിൾ 2 കയ്യിലുണ്ടായിരുന്ന 2 ട്രോഫിയാണ്. ഈ ട്രോഫി ഇല്ല എന്ന് പറയുന്ന കാരണം എന്താ പറയുക, ട്രോഫി അടിക്കാനുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് ടീമുകൾ ഉണ്ടാവണം. അവിടെ എത്തുമ്പോൾ ഈ മാനസികമായിട്ടൊരു തളരുന്ന ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അങ്ങനെ കളി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ 2 കളിയിലും കരബാവോ കപ്പിൽ തോറ്റപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരം നിർണായകമാണെന്ന്. ഇതിൽ ആഴ്സണലിന് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പെപ്പിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോവാ. അതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇനിയും മത്സരങ്ങളുണ്ട്. 5 മത്സരങ്ങൾ
ആഴ്സണലിലും 6 മത്സരങ്ങൾ സിറ്റിക്കുണ്ട്. സിറ്റി അടുത്ത മത്സരത്തിൽ ജയിച്ച് സമനില ആയി കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് അറ്റാക്കും പിള്ളേരും ഒന്ന് പറയ്ക്കും. എന്ന് പറഞ്ഞാൽ പെപ്പ് ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ചിട്ട് ചങ്ങായി പ്രാവശ്യം ലീഗ് വിടുള്ളൂ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആഴ്സണൽ തൂക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കഴിഞ്ഞ വർഷം എടുത്ത് നോക്കിയാൽ അതിന്റെ മുന്നത്തെ വർഷം, അതിന്റെ മുന്നത്തെ വർഷം 2022, 23, 24 ഒക്കെ 23, 24, 25 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം റണ്ണറപ്പാണ്. സെക്കൻഡ് പൊസിഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് ആഴ്സണൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റും. അവർ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, അവർ അതിനുള്ള എല്ലാ എഫേർട്ടും എടുത്ത് കൊടുക്കുന്നു. പക്ഷെ അവസാനമാകുമ്പോൾ ഇന്നത്തെ ആ ഒരു കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേവിഡ് റയയുടെ ഒക്കെ കളി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും. റയനെയാണ് ഏറ്റവും കൂടുതൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലേയേഴ്സ് പ്രഷറിലാക്കാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ കോർണേഴ്സ് എടുക്കുന്ന സമയത്തായിക്കോട്ടെ, അതേപോലെ പരമാവധി റയയെ കൊണ്ട്, അതേപോലെ റയയുടെ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് ഭാഗ്യം കൊണ്ട് മാത്രം ഗോളായില്ല എന്നുള്ളൂ. അതേപോലെ ഒരുപാട് പ്രാവശ്യം റയ ഗ്രൗണ്ടിൽ സ്ലിപ്പർ ആവുന്നതും അതേപോലെ തന്നെ പാസുകൾ മാറിപ്പോകുന്നതൊക്കെ കാര്യങ്ങൾ കണ്ടല്ലോ. അതേപോലെ ഡോണറോമയുടെ ഒരു ബിഗ് മിസ്റ്റേക്കിലാണെന്ന് അവരൊരു ഗോളും സ്കോർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആഴ്സണല് ഈ സീസണിൽ ഒരു കപ്പടിക്കും. ഡൊമസ്റ്റിക് ട്രിപ്പിൾ അല്ല, ഏത് ട്രിപ്പിൾ തന്നെ അടിക്കുന്ന പറഞ്ഞതാ. ചാമ്പ്യൻസ് ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, FA കപ്പ്, കരബാവ് കപ്പ്, അങ്ങനെയുള്ള എല്ലാ ട്രോഫികളും എടുക്കുന്ന പറഞ്ഞാൽ അത്രയും ഫോമിലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ തോൽവി അറിയാതെ ഗ്രൂപ്പ് ഘട്ടം കടന്നാണ്. ഇപ്പോ സ്പോർട്ടിംഗ് CP ആയിട്ട് എങ്ങനെ 1-0 ഹോമിലും എവേയിലും എമിറേറ്റ്സിലും വന്നിട്ട് 1-0 മാത്രമേ ജയിച്ചുള്ളൂ. ഇനി അടുത്തത് സിമിയോണിയുടെ അത്ലറ്റികോ മഡ്രിഡ് നേരിടുന്നുണ്ട്. സിറ്റിക്ക് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല. അതൊരു ചാമ്പ്യൻസ് ലീഗ് എന്ന ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇനി ആകെ കോൺസെൻട്രേഷൻ ചെയ്യണേ FA കപ്പിലും അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലുമാണ്. അപ്പൊ എന്തായാലും പെപ്പിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ പോയിപ്പോ ചിരി തുടങ്ങി. അതേപോലെ പെപ്പിന്റെ പിള്ളേർക്കും അതേപോലെ ആ ഒരു എന്താ പറയാ മോട്ടിവേഷനും അതേപോലെ ആയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് ഒക്കെ മുഖത്ത് കാണുന്നുണ്ട്. ഇപ്പൊ ആഴ്സണലിന്റെ മുഖത്ത് കാണുന്നത്, ആർട്ടറ്റയുടെയും പിള്ളേരുടെ മുഖത്ത് കാണുന്നത് പ്രഷറാണ്. ഇനി ഒരു 5 മത്സരങ്ങള് അത് നിർണായകമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു 2-2 സമനിലയ്ക്ക് വേണ്ടിയിട്ട് ആഴ്സണൽ ഒരുപാട് പൊരുതി നോക്കിയിട്ടുണ്ട്. ഒരുപാട് ആ ഒരു 90+ മിനിറ്റുകൾ വരെ അവര് നല്ല രീതിക്ക് പൊരുതിയിട്ടുണ്ട്. വെറുതെ ഒന്നും അടിയുറവ് വെച്ചതല്ല. കിടില മത്സരം. ഈ മത്സരം മിസ്സായവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും നല്ലൊരു മത്സരം തന്നെയാണ് മിസ്സായിരിക്കുന്നത്. എമാതിരി അറ്റാക്കുകളും ഡിഫൻസും എന്നറിയും. ഒരു രക്ഷയില്ല. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ നമ്മുടെ ഡേവിഡ് റയയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്ക്, ഹാലാൻഡിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത് ഗോള് സ്കോർ ആവാതിരുന്നത്. അത് മിസ് പാസ് ആയിരുന്നു കൊണ്ടായിരുന്നു. ആ ഒരു ജസ്റ്റ് മിസ്സിലാണ് ആ ഒരു കളി തന്നെ തുടങ്ങുന്നത്. അതിനുശേഷം 2 ടീമുകളും അത്യാവശ്യം നല്ല രീതിക്ക് മാഞ്ചസ്റ്റർ സിറ്റി പ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആഴ്സണലിന് കിട്ടിയ അവസരങ്ങളൊക്കെ കൗണ്ടറിലൂടെയൊക്കെ ഗോൾ അടിക്കാൻ നോക്കാണ്. അങ്ങനെ കളി ഭയങ്കര ത്രില്ലിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ഒരു ഗോൾ വരുന്നുള്ള ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 16-ാം മിനിറ്റിൽ ചെർക്കിയുടെ ആ ഒരു പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ കൂടെ ട്രിപ്പിൾ ചെയ്ത് വന്നിട്ട് ഒരു കിടിലൻ ഗോള്. എന്റെ പൊന്നൊരു രക്ഷയില്ല. ഈ ചെർക്കി എന്ന് പറയുന്ന ചങ്ങായി ഉണ്ടല്ലോ, മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇപ്പോ എന്താ പറയാ കിടിലൻ പെർഫോമൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയുടെ ആ ഗോളാഘോഷം കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഹെവേഴ്സിലൂടെ ആഴ്സണൽ ലീഡ് നേടുക. അതും ഡോണറൂമയുടെ ഒരു ബിഗ് മണ്ടത്തരം എന്ന് പറയാം. ഡോണറൂമ ബോള് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്താണ് ഹെവേഴ്സ് വന്നിട്ട് ആ ബ്ലോക്ക് ഇടുന്നത്. ആ ബ്ലോക്ക് ചേരെ പോയി ചെല്ലുന്ന ആ ബോൾ പോസ്റ്റിനുള്ളിൽ കയറാണ്. അങ്ങനെ നെട്ടിക്കുന്ന എന്താ പറയുക, ആ ഒരു 1-0 ലീഡ് നേടി നിൽക്കുന്ന സമയത്താണ് സിറ്റിക്ക് ആ ഒരു പ്രഹരം. ഇത്തിഹാദ് ഒരു സെക്കൻഡ് അങ്ങോട്ട് സൈലന്റ് ആവാണ്. അങ്ങനെ 1-1 സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കളി ആക്രമണവും പ്രത്യാക്രമണമായിട്ട് 2 ടീമിന് അവസരങ്ങളുണ്ട്. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ബോൾ, ചെർക്കിയുടെ ഒരു ബോള് നമ്മുടെ ആഴ്സണലിന്റെ ഡിഫൻഡറിന്റെ മേലെ തട്ടിയിട്ട് പോസ്റ്റ് തട്ടി പോകുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം ആഴ്സണലിന് ഒന്ന് കോസ്പാൽ തട്ടി പോകുന്നുണ്ട്, ഒരു കിടിലൻ സേവ് നടത്തുന്നുണ്ട് ഡോണറൂമ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നല്ല ഒരു ചൂടുള്ളൊരു മത്സരം 1-1 സമനില അവസാനിക്കുന്നത്. ഏത് സമയം ഒരു ടീം ഗോൾ അടിക്കുന്നുള്ള ഒരു കണ്ടീഷൻ തന്നെ പോകണം. കൂടുതലും സിറ്റിക്കിനായിരുന്നു ചാൻസ്. സിറ്റി അത്രയും അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയ അവസരങ്ങളൊക്കെ കൗണ്ടറിലൂടെ ആഴ്സണലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ കളി നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ 65-ാം മിനിറ്റിൽ ഹാലൻഡിന്റെ ഒരു സ്ലിപ്പറി ഗോൾ എന്ന് പറയാം. അത് ശരിക്കും ഓറൻലി പാസ് ഇട്ട് കൊടുത്തത് നമ്മുടെ റോഡ്രിഗാണ് ഇട്ട് കൊടുത്തത്. പക്ഷെ റോഡ്രി അത് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓടിയത് കുറച്ച് കൂടിപ്പോയത് കൊണ്ട് മാത്രം ആ പാസ് വന്നെത്തുന്നത് ഹാലൻഡിന്റെ കാൽഭാഗത്താണ്. ഹാലൻഡ് ആ ഒരു സ്ലിപ്പറി ആയിട്ടാണ്, ആ ഒരു ഡിഫൻസിന്റെ ഇതിലും സ്ലിപ്പറി ആയിട്ട് ആ ബോൾ ഇങ്ങനെ അടിച്ച് കയറ്റുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് ഇങ്ങനെ നിന്ന് തിളക്കായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഈ ഒരു ഗോളിന്റെയും ഈ ഒരു വിജയത്തിന്റെയും. പിന്നെ ഒരുപാട് ചാൻസുകൾ ആഴ്സണലിന് കിട്ടിയ, ആഴ്സണലിന്റെ ഇപ്പോൾ ഹവേർട്സിന്റെ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഒരു 3ഓളം ഷോട്ടുകളാണ് ബാറിൽ തട്ടിപ്പോയത്. അതേപോലെ ഡോണറൂമയുടെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡബിൾ, ഫസ്റ്റ് ഹാഫിൽ വലിയൊരു മണ്ടത്തരം കാട്ടിയാലും സെക്കൻഡ് ഹാഫിൽ ഉറച്ച ഒരു ഗോൾ ചാൻസ് ആയിരുന്നു. ആ ഡബിൾ സേവിലൂടെ 2 ചാൻസ്
ആ റീബൗണ്ട് വന്ന് പിന്നെ എടുക്കുന്നു, അതും സേവ് ചെയ്യണം. അങ്ങനെ ഡോണറൂമ ഇന്ന് എന്താ പറയാ രക്ഷകനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഡോണറൂമയുടെ ഒരു കിടിലൻ മാസ്റ്റർ ക്ലാസ് സെക്കൻഡ് ഇതെന്ന് പറഞ്ഞാല്. അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആഴ്സണലിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ ഹാലണ്ടും ചങ്ങായിയൊക്കെ ആയിട്ട് ഭയങ്കര ഫൗളും കാര്യങ്ങളും മുന്നും തമലൊക്കെ ഷർട്ടൊക്കെ കിടിച്ച് വലിച്ച് കീറലും അതേപോലെ ഒരു എന്താ പറയാ ആ ഒരു പ്രസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോവായിരുന്നു. അങ്ങനെ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ സീസണിൽ എന്തായാലും തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഈ സീസണിൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുക. ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ആരാണ് ഒരു പോയിന്റ് ഡ്രോപ്പ്? ഇനിയുള്ള 6 മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്കുണ്ട്, അതേപോലെ 5 മത്സരങ്ങൾ ആഴ്സണലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സമനിലയോ ഏതെങ്കിലും ഒരു ഗെയിം സമനിലയോ അല്ലെങ്കിൽ ഒരു കളി തോൽക്കുകയാണെങ്കിൽ തീർന്നു, അവരുടെ കാര്യം തീർന്നു എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ഇവരുടെ കളിയുടെ സ്റ്റാറ്റസിക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞാല് സ്റ്റാറ്റസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ഇതിലാ പോകുന്നത്. 12 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി എടുത്തത്. അതിൽ 5 മോണ്ടാർജലിലേക്ക് അടിച്ചു. 8 ഷോട്ടുകളാണ് ആഴ്സണൽ എടുത്തത്. 2 മോണ്ടാർജലിലേക്ക് ആയപ്പോൾ 59% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ കയ്യിൽ. ആഴ്സണൽ നോക്കിക്കഴിഞ്ഞാൽ 41% ഉണ്ടായിരുന്നത്. 486 പാസുകൾ കംപ്ലീറ്റ് ചെയ്ത് ആഴ്സണൽ 290 പാസുകളാണ് കംപ്ലീറ്റ് ചെയ്ത്. 88% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ഇവിടെ നോക്കണേ 80% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 5 ഫൗളും അവിടെ 12 ഫൗള് ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് 2-2 കിട്ടിയിട്ടുണ്ടായിരുന്നത്. 8 കോർണേഴ്സ് മാഞ്ചസ്റ്റർ സിറ്റി വിൻ ചെയ്തപ്പോൾ 5 കോർണേഴ്സ് ആണ് ആഴ്സണൽ വിൻ ചെയ്ത്. നമ്മുടെ ലാലിഗിലൊക്കെ ആണെങ്കിൽ ചുരുങ്ങിയത് 1-2 റെഡ് കാർഡ് ഇന്ന് കാണേണ്ടി വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞാല് നമ്മുടെ എന്താണ് ഹാലണ്ടിന്റെ ഒക്കെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് രണ്ടുപേർക്കും ചിലപ്പോ യെല്ലോ കാർഡ് കാണിച്ചത്, പക്ഷെ ലാലിഗൊക്കെ ആണെങ്കിൽ ചുരുങ്ങിയത് റെഡ് കാർഡേയും കൊടുത്തിട്ട് വിട്ടാക്കിണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 33 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 70 പോയിന്റുമായിട്ട് ആഴ്സണലിനാണ് ഇപ്പോഴും തലപ്പത്തുള്ളത്. അവർക്ക് ഇങ്ങനെ നിൽക്കാം, പക്ഷെ ചിത്രത്തിലാണ് അത് എന്നുള്ള കാര്യമാണ്. അടുത്ത മത്സരം ബേർലി ആയിട്ട് ജയിക്കുകയാണെങ്കിൽ ഇപ്പൊ 32 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ മാഞ്ചസ്റ്റർ സിറ്റി എത്ര പോയിന്റ് എന്ന് അറിയാലോ? 67 പോയിന്റ്. വെറും 3 പോയിന്റ് ഡിഫറൻറ്റ്, അത് ഒരു കളി കുറവാണ്. ഇനി ഗോൾ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ 36-37 ഒരൊറ്റ ഗോളിന്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം പോരാ. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ എത്രമാത്രം ഗോളുകൾ അടിച്ചു കൂട്ടുന്നു, എത്രമാത്രം ഗോളുകൾ വഴങ്ങാതിരിക്കുന്നു എന്ന് കൂടി നോക്കണം. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇനി ഇവരുടെ അടുത്തുള്ള മത്സരങ്ങൾ ആരൊക്കെയായിട്ടുള്ളത് നോക്കിയാലോ? ആഴ്സണലിന് ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അടുത്ത മത്സരം വരാൻ പോകുന്നത് ന്യൂകാസിലായിട്ട് ഹോം മത്സരമാണ്. അതിനുശേഷം ഫുൾഹാം ആയിട്ട് ഒരു ഹോം മത്സരമാണ്. വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ട് എവേ മത്സരമാണ്. ബേൺലി ആയിട്ട് ഹോം മത്സരമാണ്. ക്രിസ്റ്റൽ പാലസ് ആയിട്ട് എവേ മത്സരമാണ്. അങ്ങനെ എന്താ പറയാ 3 ഹോമും 1 എവേ മത്സരമാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബേൺലി ആയിട്ട് എവേ മത്സരമാണ്. എബർട്ടൺ ആയിട്ട് ഒരു എവേ മത്സരം വരുന്നുണ്ട്. അതിനുശേഷം ബേൺഫോർഡ് ആയിട്ട് ഹോം മത്സരം വരുന്നുണ്ട്. അതിനുശേഷം ബോൺമൗത്ത് ആയിട്ട് എവേ മത്സരമാണ്. ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഹോം മത്സരമാണ്. ആസ്റ്റൺ വില്ല ആയിട്ട് ഹോം മത്സരമാണ്. അപ്പോ ഇതിൽ ആരൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കാൻ പോകുന്ന? മാഞ്ചസ്റ്റർ സിറ്റി ആണോ ആഴ്സണൽ ആണോ? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്താ പറഞ്ഞാൽ ഇത്രയും എന്താണ് സങ്കീർണമായ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. എന്താ പറഞ്ഞാൽ ഒരു ടീം കപ്പടിക്കുന്ന പറഞ്ഞിട്ട് കുറെ കാലം ഇങ്ങനെ ടോപ്പിൽ തന്നെ നിന്നിട്ട് അവസാനം ക്ലൈമാക്സിൽ വന്നിട്ടൊരു ട്വിസ്റ്റ് എന്ന് അറിയില്ല, ആ സംഭവം നടക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ടൈറ്റിൽ റേസിൽ ഒരുപാട് സർപ്രൈസുകളും ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് പലവർക്കും പല മത്സരങ്ങളായിരിക്കും അവരുടെ ഫേവറേറ്റുകൾ. ചിലവർ പറയും മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളായിട്ട് ഒരൊറ്റ പോയിന്റ് ആ ഒരു മത്സരത്തിൽ ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ട്, സാലയുടെ ഒരു ഗോൾ ലൈൻ ആ ഒരു ക്ലിയറൻസ് ഉണ്ട് സാലയുടെ ഗോൾ അടിക്കുന്നത്. അത് ആ ഒരൊറ്റ മത്സരത്തിൽ ആ ഒരു ടൂർണമെന്റിൽ തന്നെ ആ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ ലീഗ് ടൈറ്റിൽ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സിറ്റിക്ക് ആ ഒരു കപ്പ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോൾ ലൈൻ സേവ് മതിയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും അടിപൊളി ഒരു മത്സരം നടന്നത് എനിക്ക് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടൈറ്റിൽ റേസിലെ അവസാന മത്സരമായിരുന്നു 2011-12 സീസണിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു ആ ഒരു ടൈറ്റിൽ റേസിൽ കോമ്പറ്റീഷനിൽ. 86 പോയിന്റ് ആയിട്ട് 2 ടീമുകൾ നിൽക്കുകയാണ്. അവസാന മത്സരമാണ്. ഗോൾ ശരാശരിയിൽ സിറ്റിക്കാണ് ഒരു പിടി പ്രയോറിറ്റി കൂടുതലെന്ന് പറയാം. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സണ്ടർലാൻഡിനെതിരെ 1-0 വിജയിക്കണം. ആ സമയത്തും 90 മിനിറ്റ് വരെ 2-1 സിറ്റി QPR ആയിട്ട് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. 2-1 പരാജയപ്പെട്ട് നിൽക്കുകയെന്ന് ആരാലോചിക്കണം. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകരൊക്കെ അവിടെ കളി കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ 90 മിനിറ്റുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സമനില ഗോൾ എത്തുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2-2 സമനിലയായാലും കാര്യമില്ല, സമനിലയായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തന്നെയാണ് അവിടെ ട്രോഫി അടിക്കാനുള്ള ചാൻസ് കൂടുതൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിന്റ് വ്യത്യാസമുണ്ട്. സമനിലയിൽ കഴിഞ്ഞ് 1 പോയിന്റ് കിട്ടുള്ളൂ. അവിടെ 3 പോയിന്റ് ലീഡാണ്. 89 പോയിന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ 87 പോയിന്റ് ആയിട്ട് നിൽക്കുകയാണ്.
അങ്ങനെ 93+20 ഇങ്ങനെ കളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അഗ്വാറ എന്ന് പറയുന്ന അർജന്റീനക്കാരനായ ആ ഒരു ചങ്ങായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ 44 വർഷത്തെ കാത്തിരിപ്പിന്, ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ആ ഒരു ഗോൾ അടിച്ചിട്ട് ആ ഒരു പോസ്റ്റിന് ചുറ്റും ആ ഒരു ഷർട്ട് ഊരിയിട്ട് ജേഴ്സി ഊരിയിട്ട് കറക്കിയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ കമന്റർ പറയുന്നുണ്ട് അഗ്വാറോ എന്ന്. അങ്ങനെ ഒരു നിമിഷമുണ്ട്. അത് വല്ലാത്തൊരു, എനിക്കത് ലൈവായിട്ട് ആ കളി കണ്ടതാണ്. വല്ലാത്തൊരു എന്താ പറയുക, അന്ന് നമ്മൾ ഫുട്ബോളിലേക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് തുടങ്ങിയ സമയമാണ്. അങ്ങനെ ഒരു കളി കുറെ കാലം നമ്മുടെ കണ്ണുകളെ, എന്താ പറയുക, സിറ്റിയൊക്കെ, എനിക്ക് സിറ്റിനെയൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കുറച്ച് ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഒരു കളിയൊക്കെ എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റേസിലെ ഏറ്റവും നല്ലൊരു മത്സരത്തെക്കുറിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്.